2020 ഇറങ്ങിയ നത്തിങ് ഫോൺ 2 ആണോ? 4 വർഷം മുമ്പ് ഇറങ്ങിയ S21 FE ക്യാമറ ആണോ നല്ലത്? ലെഫ്റ്റ് സൈഡിലെ ഫോൺ ഏതാണ്, റൈറ്റ് സൈഡിലെ ഫോൺ ഏതാണ് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ചിലവർക്ക് സാംസങ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ചിലപ്പോൾ നത്തിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ്ലി ചൂസ് ചെയ്യും. സോ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പയ്യെ മനസ്സിലാക്കൂ. ഈ രണ്ട് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫോൺ കുറച്ച് വാമാണ്, റൈറ്റ് സൈഡിലെ ഫോൺ കുറച്ച് കൂളാണ്. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ ഫോണാണ് കുറച്ചും കൂടി നല്ല കളർ ബാലൻസ് കീപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഫോട്ടോ എടുത്തത് ഒരു 5 മണി ആ ടൈമിലാണ്. പിന്നെ അത് മാത്രമല്ല ലെഫ്റ്റ് സൈഡിലൊരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്ത് കുറച്ച് കോൺട്രാസ്റ്റ് കൂടുതലാണ്. ആൻഡ് അത് മാത്രമല്ല റൈറ്റ് സൈഡിലെ ഫോണാണ് കുറച്ചും കൂടി നല്ലൊരു വൈഡ് ആംഗിൾ ക്യാപ്ചർ ചെയ്യുന്നത്. ആ ഒരു പില്ലർ നോക്കിയാൽ മതി, മനസ്സിലാവും. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോൺ കുറച്ചും കൂടി കളേഴ്സൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല രണ്ടിലും ഒരേപോലെ തന്നെ ഡിസ്റ്റോർഷൻ ഉണ്ട്. താഴെ ആ ഒരു ഭാഗം നോക്കിയാൽ മതി. ഇവിടെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റൈറ്റ് സൈഡിലുള്ള ഫോണാണ്. ഈ രണ്ട് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോ വാമാണ്, റൈറ്റ് സൈഡിലെ ഫോട്ടോ കൂളാണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോയിൽ കുറച്ച് കോൺട്രാസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ഇത്തവണ ആവശ്യത്തിനുള്ള കോൺട്രാസ്റ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ലെഫ്റ്റ് സൈഡിലെ ഫോട്ടോ ആണ് ചൂസ് ചെയ്യുന്നത്. കാരണം കളേഴ്സ് കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നുണ്ട്. പ്ലസ് എൻ്റെ പാൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലാക്ക് ആണ്. അതേസമയത്ത് റൈറ്റ് സൈഡിൽ ബ്ലാക്ക് അല്ല. ആൻഡ് ഓൾസോ ഇവിടെ പ്രൈമറി ക്യാമറയിൽ കുറച്ച് വൈഡായിട്ട് ക്യാപ്ചർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലെ ഫോണാണ്. ഇവിടെയാണ് ശരിക്കും ലെഫ്റ്റ് സൈഡിലെ ഫോണിൻ്റെ കോൺട്രാസ്റ്റിന് ശരിക്കും പണി വരുന്നത്. എൻ്റെ കൈയുടെ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡാർക്കാണ്. ആൻഡ് സ്കിൻ ടോൺസ് ഒന്നും അത്രയും നല്ലതല്ല. പക്ഷേ എൻ്റെ സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റൈറ്റ് സൈഡിലെ ഫോണാണ്. സോ അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്യുന്നു. പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്കൊരു നാച്ചുറൽ ലുക്കാണ് വേണ്ടെങ്കിൽ ഉറപ്പായിട്ടും റൈറ്റ് സൈഡിലെ ഫോണാണ് നല്ലത്. ഈ ഒരു ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാറൊന്നും കൂടി എടുത്ത് കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ ഫോണാണ്. പക്ഷേ എൻ്റെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡാർക്കാണ്. അതേസമയത്ത് റൈറ്റ് സൈഡിലെ ഫോണിൽ രണ്ടും നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി കാണാൻ പോകുന്ന രണ്ട് കമ്പാരിസൺ കാണുമ്പോഴേക്കും ഏത് ഫോണാണ് ഏത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നിങ്ങൾ ഇത്രയും നേരം ഗസ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ റൈറ്റ് കമൻറ്റ് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിലെ ഫോണിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 3x ടെലഫോട്ടോ ലെൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്ത് പോർട്രേറ്റ് ഷോട്ടുകൾ എടുക്കാൻ പറ്റും. ആൻഡ് എടുക്കുന്ന ഷോട്ടുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല എഡ്ജ് ഡിറ്റക്ഷൻ വളരെ നല്ലതാണ്. അതേസമയത്ത് ലെഫ്റ്റ് സൈഡിലെ ഫോണിൽ പ്രൈമറി ക്യാമറയിൽ 2x ഡിജിറ്റൽ ക്രോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എൻ്റെ പല്ലിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഈസ് മസ്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ സൂം ഇൻ പോർട്രേറ്റിന് റൈറ്റ് സൈഡിലെ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. കഴിഞ്ഞ കമ്പാരിസൺ കണ്ടിട്ടും ഏത് ഫോണാണ് ഏത് എന്ന് മനസ്സിലായില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഫോണാണ് നത്തിങ് ഫോൺ 2, റൈറ്റ് സൈഡിലെ ഫോണാണ് S21 FE. ഇപ്പോൾ രണ്ടിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് കാണുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടും ലെഫ്റ്റ് സൈഡിലെ നത്തിങ് ഫോൺ 2 നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. കാരണം ക്വാളിറ്റിയും ഡീറ്റെയിൽസും പിന്നെ അതുമാത്രമുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലെ ഫോണാണ്. അതേസമയത്ത് റൈറ്റ് സൈഡിൻ്റെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ പ്രത്യേകിച്ച് ആ ഒരു കൈയുടെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല ഷാർപ്പല്ല, ഡീറ്റെയിൽസും വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ S21 FEയുടെ Exynos വേരിയൻറ്റിൽ ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു നാച്ചുറൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറുണ്ട്. അതായത് നമ്മുടെ പ്രൈമറി ക്യാമറയിലൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ബാക്ക്ഗ്രൗണ്ട് ബ്ലറില്ലേ, അത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കിട്ടും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് ഫോക്കസാണ്. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു ഡിസ്റ്റൻസിൽ പിടിച്ച് ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ഡീറ്റെയിൽസും കീപ്പ് അപ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഫോണാണ്. സോ അതിന് ഞാൻ പോയിന്റ് കൊടുക്കും. സാധാ ഫ്രണ്ട് ക്യാമറയിൽ ഫോട്ടോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫോണാണ് ഷാർപ്പും ബ്രൈറ്റും. റൈറ്റ് സൈഡിലെ ഫോട്ടോ ചുമ്മാ വാഷ്ഡ് ഔട്ടാണ്. ഉറപ്പായിട്ടും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറിന് അതിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത്. അതായത് നമ്മൾ ഫ്രണ്ട് ക്യാമറ ഏതാണ് ബാക്ക് ക്യാമറ ഏതാണ് എന്ന് റെക്കോർഡിങ്ങിൽ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ബ്ലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡിസ്റ്റൻസ് പിടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് 4K 60 സപ്പോർട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങനത്തെ പല സിനാരിയോയിൽ ഇപ്പോൾ ഫേസ് ഒന്നും മര്യാദയ്ക്ക് ഫോക്കസ് അല്ല. സോ അതൊക്കെ ശരിക്കും ഇതിനെ റൂം ചെയ്യും. എൻ്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റിൽ ഈ ഒരു ഇഷ്യൂ ഇല്ല. എക്സിനോസും സ്നാപ്ഡ്രാഗനും കമ്പയർ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു. ഇപ്പോൾ രണ്ട് ഫോണും ഡ്രോ ആണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ നല്ലൊരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കണം, നല്ല സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ സാംസങ് എടുക്കാം. അല്ല കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വാമായിട്ടുള്ള ഫോട്ടോസാണ് വേണമെങ്കിൽ നത്തിങ് ആണ് നല്ലത്. പക്ഷേ നിങ്ങൾ കുറേ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ സാംസങ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ ക്യാമറയിലും 4K സപ്പോർട്ട് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല പ്രോ വീഡിയോ മോഡുണ്ട്, കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നത്തിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രോ വീഡിയോ മോഡില്ല, ഈവൻ മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതായത് ടാപ്പ് ചെയ്താൽ പോലും മര്യാദയ്ക്ക് എൻ്റെ അത് ഫോക്കസ് ആവില്ല. സോ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും സാംസങ് ആണ് വീഡിയോയ്ക്ക് നല്ലത്. ഇനി നിങ്ങൾ സാംസങ്ങിൻ്റെ എക്സിനോസ് ആണോ സ്നാപ്ഡ്രാഗൺ ആണോ എന്ന് വാങ്ങിക്കേണ്ട കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ആണ്. അത്രേ ഉള്ളൂ.